ഏതെല്ലാം സന്ദർഭത്തിലാണ് സ്വലാത്ത് ചെല്ലാൻ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടത്? സ്വലാത്തിൻ്റെ രൂപം സ്വഹീഹായ നിലക്ക് ഏതെല്ലാമാണ്? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് ചൊല്ലാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നബിയുടെ പേരിലുള്ള സ്വലാത്ത് അത് ചെല്ലുവാൻ വേണ്ടി വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി കൊണ്ട് കൽപ്പന നൽകിയിട്ടുണ്ട്. ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശീർവദിച്ചു കൊണ്ടിരിക്കുന്നു. മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്നു. വിശ്വസിച്ചവരെ നിങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നാണ് നമ്മോട് അള്ളാഹു സുബ്ഹാനഹു വതആല ആവശ്യപ്പെട്ടത്. ഇവിടെ ഈ സ്വലാത്ത് എന്ന പദത്തിലേക്ക് വരുമ്പോൾ ആ പദം ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഈ ചോദ്യത്തിനുള്ള കുറേ ഉത്തരം അതിൽ തന്നെ ലഭിക്കും. സ്വലാത്ത് എന്ന പദത്തിൻ്റെ ഭാഷയിലുള്ള അർത്ഥം പ്രാർത്ഥന എന്നാണ്. ഇത് വിശ്വാസികളിലേക്ക് ചേർത്തി പറയുന്ന അല്ലെങ്കിൽ മനുഷ്യരിലേക്ക് ചേർത്തി പറയുന്ന സമയത്ത് പ്രാർത്ഥന എന്ന അർത്ഥമാണ് നമ്മളത് കാണേണ്ടത്. വസല്ലി അലൈഹിം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നബിയോട് പറയുന്നത് കാണാം, വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അവിടെ പ്രയോഗിച്ച് വസല്ലി അലൈഹിം, അവരുടെ മേൽ നീ പ്രാർത്ഥിക്കുക, കാരണം നിൻ്റെ പ്രാർത്ഥന അവർക്കൊരു സമാധാനമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം. രണ്ടാമത്തത് സ്വലാത്തി എന്നുള്ള പദപ്രയോഗം നമ്മൾ അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ടാണ് കേൾക്കുന്നത് എങ്കിൽ, അതായത് നേരത്തെ പറഞ്ഞ ഈ ആയത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു, ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന. അപ്പോൾ അള്ളാഹുവിലേക്കും മലക്കുകളിലേക്കും സ്വലാത്തിനെ ചേർത്തി പറഞ്ഞു. അള്ളാഹുവിലേക്ക് ചേർത്തി പറയുമ്പോൾ അള്ളാഹു പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് എന്തല്ല, ഒരിക്കലും ഉള്ള കാര്യമല്ല. കാരണം അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുക. അപ്പോൾ അള്ളാഹു ആശീർവദിക്കുകയാണ് ചെയ്യുക. അയാൾക്ക് അനുഗ്രഹങ്ങൾ നൽകുകയും ആശീർവദിക്കുകയും ഒക്കെ ചെയ്യുക എന്ന അർത്ഥത്തിലാണ്. അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് കാണാൻ കഴിയുക. മലക്കുകൾ വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ നടത്തും. ആ ഇസ്തിഗ്ഫാറാണ് മലക്കുകളിലേക്ക് സ്വലാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നബിയുടെ മേൽ സ്വലാത്തു ചൊല്ലാൻ ആവശ്യപ്പെടുമ്പോൾ നബിയുടെ മേൽ നബിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നതാണ്. അള്ളാഹുവെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ ഖൈറും ബറക്കത്തും നൽകണേ എന്നൊരാൾ പറഞ്ഞു. അത് സ്വലാത്താണ്, മലയാളത്തിലെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ സ്വലാത്തുകൾ പ്രത്യേകമായി കൊണ്ട് അധികരിപ്പിക്കുവാൻ പറഞ്ഞ ഇടങ്ങൾ, ആ ഇടങ്ങളിൽ പ്രത്യേകമായി കൊണ്ട് വന്ന പ്രാർത്ഥനകൾ എന്നുള്ള നിലക്ക് നോക്കുകയാണെങ്കിൽ ഹദീസുകളിൽ വ്യത്യസ്തങ്ങളായ സീഗയിൽ, അഥവാ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ സലാത്തുകൾ കാണാം. ആ സലാത്തുകൾ മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഏത് ഘട്ടത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിസ്കാരത്തിൽ സ്വലാത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നിസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞു. അവിടെ സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി എന്ന് പറഞ്ഞ് നബി, ഞാൻ എങ്ങനെയാണോ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടത് അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണം എന്ന് പഠിപ്പിച്ച നബി, എങ്ങനെയാണോ നിസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലാൻ ആവശ്യപ്പെട്ടത് അതേ രൂപത്തിലെ നിസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലാൻ പറ്റുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിൽ ഇബ്രാഹിമി സ്വലാത്താണ് എന്തായിട്ടുള്ളത്, ചൊല്ലിയിട്ടുള്ളത്. അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതുമാണ്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൽ ഒരു മനുഷ്യൻ ചൊല്ലേണ്ട സ്വലാത്ത് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇബ്രാഹിമി സ്വലാത്താണ്. അത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് എന്ന് തുടങ്ങുന്ന അതുണ്ട്. അതുപോലെ തന്നെ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ കാണാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ആലി ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് എന്ന് ഉള്ള റിപ്പോർട്ടുകളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകൾ കാണാം. അത് ഏതൊക്കെ റിപ്പോർട്ടുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ടോ ആ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് അത് പ്രകാരം നിസ്കാരത്തിൽ സ്വലാത്തു ചൊല്ലാവുന്നതാണ്. എന്നാൽ ഇപ്പോൾ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലത്തുള്ള പ്രാർത്ഥന തന്നെയാണ് അതിൽ വരുന്നത്. അള്ളാഹുവെ നീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമെ നീ ആശീർവദിക്കണമേ, സല്ലല്ലാഹു. അവിടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അള്ളാഹുവിനോട് നബിയെ ആശീർവദിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ അത് ഖബർ അഥവാ പ്രസ്താവന രൂപത്തിലാണ് വരുന്നത് എങ്കിൽ പോലും അവിടെ അതുകൊണ്ട് ഉദ്ദേശം ത്വലബ്, പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്കുടെ സീഗ അതല്ലെങ്കിൽ രൂപം കുറച്ചുകൂടി ശക്തമായ രൂപങ്ങൾ സാധാരണ പറയാറുള്ള ഈ പ്രസ്താവന രൂപത്തിൽ വന്ന് അത് പ്രാർത്ഥനയാക്കി കാണുമ്പോൾ അതിന് കൂടുതൽ എന്തുണ്ടെന്നാണ്, ശക്തി ഭാഷയിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയാറുണ്ട് റഹിമഹുല്ല. റഹിമഹുല്ല എന്ന് പറഞ്ഞാൽ ഭാഷയിൽ നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, അള്ളാഹു അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ്. അതേസമയത്ത്
അതിനെ ഒരു പ്രാർത്ഥന എന്നുള്ള രൂപത്തിൽ കാണുമ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയാണ്. ആ രൂപത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരാൾ ചൊല്ലുമ്പോൾ അത് പ്രാർത്ഥനയായിക്കൊണ്ട് നബിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അങ്ങനെ നബിക്ക് വേണ്ടി ആത്മാർത്ഥമായിക്കൊണ്ട് ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന എന്തെല്ലാം പ്രതിഫലങ്ങളുണ്ടോ ആ പ്രതിഫലങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട നിസ്കാരത്തിൽ സ്വലാത്ത് എങ്ങനെ ചൊല്ലണം എന്ന് ആവശ്യപ്പെട്ടു, അത് ആ നിസ്കാരത്തിൽ അങ്ങനെ തന്നെ ചെല്ലുക. അപ്പോൾ പല ആളുകൾ നിസ്കാരത്തിൽ സയ്യിദിന മുഹമ്മദ് എന്ന് ചൊല്ലാറുണ്ട്. നിസ്കാരത്തിൽ സയ്യിദിന മുഹമ്മദ് ചൊല്ലാൻ പറ്റില്ല എന്നുള്ള അഭിപ്രായമാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലി പഠിപ്പിച്ച പ്രാർത്ഥനകൾ എവിടെയും സയ്യിദിന മുഹമ്മദ് ഇല്ല. അതേ സമയത്ത് ഒരാൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅല അലി സയ്യിദിന മുഹമ്മദ് കമാ സ്വല്ലൈത അലാ സയ്യിദിന ഇബ്രാഹിം വഅല അലി ഇബ്രാഹിം എന്നൊക്കെ ഒരാൾ ചൊല്ലിയാൽ അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് നിസ്കാരത്തിലാണെങ്കിൽ പറ്റില്ല. അതായത് നിസ്കാരത്തിലാണെങ്കിൽ ചൊല്ലാൻ പറ്റില്ല. നിസ്കാരം അല്ലാത്ത സമയത്ത് അങ്ങനെ ഒരാൾ ചൊല്ലുമ്പോൾ അത് തെറ്റാണെന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാർത്ഥന എന്ന നിലക്ക് ഞങ്ങളുടെ നേതാവായ എന്ന് അവിടെ പ്രയോഗിച്ചു എന്നുള്ളത് എന്തല്ല, തെറ്റല്ല എന്ന് നമുക്ക് എന്താക്കാം, ആ നിലക്ക് തന്നെ മനസ്സിലാക്കണം. എന്നാൽ ഒരാൾ ഈ സയ്യിദിന മുഹമ്മദ് എന്ന് പ്രാർത്ഥിച്ചാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മഹത്വം ഈ സയ്യിദിന മുഹമ്മദ് എന്ന് പ്രാർത്ഥിക്കുന്നതിനുണ്ട് എന്ന് വാദിക്കുമ്പോൾ അത് പ്രശ്നമാണ്. കാരണം അതിനെന്ത് വേണം? പ്രമാണങ്ങളിൽ സ്ഥിരത വേണം. എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് ഇന്ന പ്രതിഫലം ലഭിക്കും, ഇതിനേക്കാൾ പ്രതിഫലമുള്ളതാണ്, ശ്രേഷ്ഠതയുള്ളതാണ് എന്നൊക്കെയുള്ള രൂപത്തിലുള്ള ചർച്ചകൾ വരുമ്പോൾ അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെയുള്ള തെളിവുകൾ ആവശ്യമുണ്ട്. കാരണം ഒരു കാര്യത്തിന് ശിക്ഷ ലഭിക്കുക, ഒരു കാര്യത്തിന് പ്രതിഫലം ലഭിക്കുക എന്നൊക്കെ പറയുവാനുള്ള അധികാരം അല്ലാഹ്ക്കേ ഉള്ളൂ. അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യതയാണ് മുഹമ്മദ് നബിക്കുള്ളത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിന് പ്രതിഫലമുണ്ടെന്ന് വിശ്വസിക്കാം. നബി പ്രതിഫലം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിഫലം ഇല്ല എന്ന് വിശ്വസിക്കാം. അതോടൊപ്പം തന്നെ നബി പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിച്ചു തന്നൊരു പദപ്രയോഗങ്ങൾ, ആ പദപ്രയോഗങ്ങളെക്കാൾ കൂടുതൽ പദപ്രയോഗങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനാണ് കൂടുതൽ ഉത്തമം എന്ന് പറയുമ്പോൾ അതെന്തല്ല, ഒരിക്കലും ശരിയാവുകയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തന്നെ സ്വലാത്ത് ചൊല്ലേണ്ട സമയങ്ങൾ തന്നെ അദ്കാറിൻ്റെ സമയങ്ങളിലൊക്കെ എന്താക്കാവുന്നതാണ്, സ്വലാത്ത് ചൊല്ലാവുന്നതാണ്. അല്ലാത്ത സമയങ്ങളിലും നമുക്ക് ചൊല്ലാം. അദ്കാറുകളുടെ സമയങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും രാവിലെയും വൈകുന്നേരവും ഒക്കെ സ്വലാത്തുകളുണ്ട്. അവിടെ എത്ര എണ്ണം എന്ന് പറഞ്ഞൊരു എണ്ണം പ്രത്യേകമായി നിശ്ചയിക്കാതെ നമുക്ക് എത്രയും വർദ്ധിപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകമായി കൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കുവാൻ ആവശ്യപ്പെട്ട ദിവസങ്ങളാണ്. ആ നിലക്ക് നമുക്ക് എന്താക്കാം, പ്രാർത്ഥിക്കാം, നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കൂടുതൽ പ്രതിഫലം നേടിയെടുക്കുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടത്, സ്വലാത്തിൻ്റെ പേരിൽ ഇന്ന് പല സ്വലാത്തുകളും വരുമ്പോൾ നമ്മളതിനെ ശക്തമായി എതിർക്കാറുള്ളത് അതിൽ ബിദ്അത്തുകളുണ്ട് എന്നതുകൊണ്ടാണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖദിയായിക്കൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു അല്ലാതെ നേരിട്ട് നബിയോട് തന്നെ പ്രാർത്ഥിക്കുന്ന അവസ്ഥകളുള്ള സ്വലാത്തുകൾ കാണാൻ കഴിയും. നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞതിൻ്റെ പേരിൽ നബിയോട് പ്രാർത്ഥിക്കുന്ന സ്വലാത്തുകൾ ഉണ്ടാക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ അത്തരം സ്വലാത്തുകളൊക്കെ ബിദ്അത്താണെന്ന് പറയുമ്പോൾ നബിക്ക് വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ഏത് ഭാഷയിൽ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയെ നമുക്ക് സ്വലാത്തി എന്ന് മനസ്സിലാക്കാം എന്നതാണ് വിഷയവുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.